അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫോണ്ടിനെ പറ്റി പഠിച്ചു. ഫോണ്ടിൻ്റെ പല പ്രോപ്പർട്ടീസ് പഠിച്ചായിരുന്നു. ഫോണ്ട് ഫാമിലി, ഫോണ്ട് സൈസ്. ഫോണ്ട് ഫാമിലി എന്ന് പറയുന്നത് നമ്മൾ ടൈംസ് ന്യൂ റോമൻ വേണോ, ഏരിയൽ വേണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാം. പിന്നെ ഫോണ്ട് സൈസ് എന്ന് പറയുന്നത് എത്ര പിക്സൽ, 15 പിക്സൽ, 20 പിക്സൽ, അങ്ങനെയൊക്കെ വാല്യൂ കൊടുക്കാം. പിന്നെ ഫോണ്ട് വെയിറ്റ് എന്ന് പറയുന്നത് ബോൾഡ് വേണോ, നോർമൽ വേണോ, അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കാമെന്ന് ഫോണ്ട് വെയിറ്റ് പറഞ്ഞു. ഫോണ്ട് വേരിയൻറ്റ് നമ്മൾ പറഞ്ഞായിരുന്നു. ഫോണ്ട് വേരിയൻറ്റ് സ്മോൾ ക്യാപ്സ് വേണോ, നോർമൽ വേണോ. സ്മോൾ ക്യാപ്സ് എന്ന് കൊടുത്താൽ അതിനകത്തുള്ളതെല്ലാം ക്യാപ്സിൽ കാണിക്കും, ക്യാപിറ്റൽ ലെറ്ററിൽ കാണിക്കും, അങ്ങനെ. പിന്നെ ഫോണ്ട് സ്റ്റൈൽ ഇറ്റാലിക്ക് വേണോ, ഒബ്ലിക്ക് വേണോ, അങ്ങനത്തെ ഇതൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഓരോന്നും ഓരോ സ്റ്റൈലാണ്. ഇനി ഈ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫോണ്ട് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടിയെ പറ്റിയാണ്. അതായത് ഇതെല്ലാം കൂടെ കൂട്ടി നമുക്ക് ഒന്നിച്ച് സ്പെസിഫൈ ചെയ്ത് കൊടുക്കണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഫോണ്ട് എന്ന് പറയുന്ന പ്രോപ്പർട്ടി. ഇതുപോലെ തന്നെ നമ്മൾ സെലക്ടർ പറഞ്ഞു കൊടുക്കുക, ഫോണ്ട് എന്ന് പറയുന്ന പ്രോപ്പർട്ടി പറഞ്ഞു കൊടുക്കുക, എന്നിട്ട് കോളൻ ഇടുക. കോളൻ കഴിഞ്ഞിട്ട് നമുക്ക് ഇതെല്ലാം പറഞ്ഞു കൊടുക്കാൻ പറ്റും. പറഞ്ഞു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കോമ എന്ന് ഇടണ്ട, വെറുതെ സ്പേസ് ഇട്ട് പറഞ്ഞു കൊടുത്താൽ മതി. ഇതിൽ അവസാനത്തെ രണ്ടെണ്ണം എന്ന് പറയുന്നത് ഇത് രണ്ടും തന്നെ ആയിരിക്കണം. അതായത് ലാസ്റ്റ് വാല്യൂ ഫോണ്ട് ഫാമിലി ആയിരിക്കണം. അതായത് ഏരിയലാണോ അങ്ങനെയൊക്കെ ആയിരിക്കണം. ഏരിയൽ ടൈംസ് ന്യൂ റോമൻ അതുപോലത്തെ വാല്യൂ ഇല്ലേ, അതായിരിക്കണം. അതിന് മുമ്പത്തെ വാല്യൂ ഫോണ്ട് സൈസ് ആയിരിക്കണം. ഇത് രണ്ടും മാൻഡേറ്ററി ആയിട്ട് കൊടുക്കണം. അതുകൊണ്ടാണ് ഇവിടെ എഴുതിയേക്കുന്നത് ഫോണ്ട് സൈസ് ആൻഡ് ഫോണ്ട് ഫാമിലി വാല്യൂസ് ആർ റിക്വയർഡ്. അത് മാൻഡേറ്ററി ആണ് അതിൻ്റെ സിൻടാക്സിൽ. ഫോണ്ട് എന്ന് പറയുന്നത് ഈസ് എ ഷോർട്ട് ഹാൻഡ് പ്രോപ്പർട്ടി ഫോർ, ഇതെല്ലാം കൂടി ഒന്നിച്ച് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ഷോർട്ട് ഹാൻഡ് പ്രോപ്പർട്ടിയാണ് ഫോണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഫോണ്ട് സ്റ്റൈൽ വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാം, ഇറ്റാലിക്ക്. അത് കഴിഞ്ഞ് ഫോണ്ട് വേരിയൻറ്റ് പറഞ്ഞു കൊടുക്കാം, സ്മോൾ ക്യാപ്സ് എന്ന് പറഞ്ഞാൽ. അത് കഴിഞ്ഞ് ഫോണ്ട് സ്റ്റൈൽ ഏതാണോ പറയുന്നത് അത് കഴിഞ്ഞിട്ട് ഫോണ്ട് സ്റ്റൈൽ ഇതായിപ്പോൾ ഇവിടെ ഇറ്റാലിക്ക് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇറ്റാലിക് ഇതാണ് ഫോണ്ട് സ്റ്റൈൽ ആദ്യം പറഞ്ഞു കൊടുത്തേക്കുന്നത്. അടുത്തത് ഫോണ്ട് വേരിയൻറ്റ് ബോൾഡ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി ഫോണ്ട് വെയിറ്റ് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല തൽക്കാലം. ഫോണ്ട് വെയിറ്റ് വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാം. ഇപ്പം ഫോണ്ട് വെയിറ്റ് നമ്മളൊരു വാല്യൂ ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 500 എന്നുള്ള വെയിറ്റ് വേണമെങ്കിൽ 500 എന്നുള്ള വെയിറ്റ് ഇങ്ങനെ കൊടുക്കാം, സ്പേസ് ഇടുക. അത് കഴിഞ്ഞിട്ട് ഫോണ്ട് സൈസ് പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ ഓപ്ഷനിലാണ്, വേണമെങ്കിൽ പറഞ്ഞു കൊടുത്താൽ മതി. അത് കഴിഞ്ഞുള്ള വാല്യൂ ഫോണ്ട് സൈസ് ആയിരിക്കണം. അതാണ് 12 പിക്സൽ എന്ന് പറഞ്ഞു കൊടുത്തേക്കുന്നത്. ഇനി ഫോണ്ട് ഫാമിലി ജോർജിയ എന്ന് പറയുന്ന ഫോണ്ടാണ്. അതായത് ടൈംസ് ന്യൂ റോമൻ ഏരിയയിലൊക്കെ പോലെ വേറൊരു ഫോർമാറ്റാണ്. ഇതിൽ ആദ്യം പറഞ്ഞു കൊടുക്കുന്നേക്കുന്ന ക്ലാസ് എ ഉള്ള പാരഗ്രാഫിന് പറഞ്ഞു കൊടുത്തേക്കുന്നത് 20 പിക്സൽ വേണം. അതായത് ഫോണ്ട് സൈസ് 20 പിക്സൽ വേണം. ഫോണ്ട് ഫാമിലി ഏരിയയിൽ വേണമെന്ന് മാത്രമേ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഓർക്ക് ഇത് കഴിഞ്ഞ് കോമ ഇട്ടിട്ടൊരു വാല്യൂ കൊടുത്തേക്കുന്നത്. ഫോണ്ട് ഫാമിലി എന്താണെന്ന് നിങ്ങൾ ആലോചിക്കും. അപ്പോൾ നമ്മൾ ഫോണ്ട് ഫാമിലി പഠിച്ചപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു, ഫോണ്ട് ഫാമിലി ഇട്ടിട്ട് പല പേരുകൾ പറഞ്ഞു കൊടുക്കും, കോമ സെപ്പറേറ്റഡ് ആയിട്ട്. അതിനകത്ത് എന്താ അർത്ഥം? ആദ്യത്തേത് ഉണ്ടെങ്കിൽ അതെടുക്കും, ഇല്ലെങ്കിൽ അടുത്തതെടുക്കും, അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഇവിടെ കോമ ഇട്ട് പറഞ്ഞു കൊടുത്തേക്കുന്നത്. ഇതിൽ പ്രത്യേകം സിൻടാക്സിൽ ശ്രദ്ധിക്കണം. നമ്മൾ ഈ പറഞ്ഞേക്കുന്ന ഓരോ വാല്യൂ, അതായത് ഫോണ്ട് സ്റ്റൈൽ കഴിഞ്ഞിട്ട് സ്പേസ് ഇട്ടിട്ടാണ് ഫോണ്ട് വേരിയൻറ്റ് പറഞ്ഞു കൊടുക്കുന്നത്. ഫോണ്ട് വേരിയൻറ്റ് ഇട്ടിട്ട് സ്പേസ് ഇട്ടിട്ടാണ് ഫോണ്ട് വെയിറ്റ് പറഞ്ഞു കൊടുക്കുന്നത്. കോമ ഒന്നും ഇടില്ല ഇതിൻ്റെ ഒന്നിൻ്റെ ഇടയ്ക്ക്. ഫോണ്ട് സൈസ് കഴിഞ്ഞിട്ടും ഇതുപോലെ തന്നെ സ്പേസ് മാത്രമേ ഇടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റാണ് ഫോണ്ട് ഫാമിലി പറഞ്ഞു കൊടുക്കുന്നത്. ഫോണ്ട് ഫാമിലി പറഞ്ഞു കൊടുക്കുമ്പോൾ ഒന്നിൽ കൂടുതൽ ഫോണ്ട് ഫാമിലി പറഞ്ഞു കൊടുക്കണമെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് മാത്രം കോമ ഇടുക. ഒന്നിൽ കൂടുതൽ ഫോണ്ട് ഫാമിലി പറഞ്ഞു കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ, ചില ബ്രൗസറിൽ ഏരിയയിൽ സപ്പോർട്ട് ചെയ്യില്ല എങ്കിൽ സാൻസ് സെറിഫ് എന്ന് പറയുന്ന ഫോണ്ട് ഫാമിലി എടുക്കും. അതുപോലെ ചിലതിൽ ജോർജിയ സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ സെറിഫ് എന്ന് പറയുന്ന ഫോണ്ട് എടുക്കും. ഇതാണ് കോമ സെപ്പറേറ്റഡ് ആയിട്ട് വാല്യൂ കൊടുക്കുന്നത്. ഇതിനകത്ത് ഒരെണ്ണം കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇതൊന്ന് നമുക്ക് കണ്ടു നോക്കാം. ഇപ്പം ഫോണ്ട് ഷോർട്ട് ഹാൻഡ് പ്രോപ്പർട്ടിയാണ്. ഇതിപ്പം ഈ ഫോണ്ട് എന്ന് പറയുന്നത് ആദ്യത്തേത് ക്ലാസ് എ എന്ന് പറയുന്ന ഇതിന് കൊടുത്തേക്കുന്നത് 20 പിക്സലിൽ ഏരിയയിൽ കാണിക്കണം എന്നാണ്. അതിനകത്ത് എഴുതിയിട്ടുണ്ട് ഫോണ്ട് സൈസ് ഈസ് സെറ്റ് ടു 20 പിക്സൽ ആൻഡ് ഫോണ്ട് ഫാമിലി ഈസ് ഏരിയൽ. The paragraph, the font size is set to 20 pixel and font family is Arial. രണ്ടാമത്തേതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ദിസ് ഈസ് എ പാരഗ്രാഫ്, ദ ഫോണ്ട് ഈസ് സെറ്റ് ടു ഇറ്റാലിക് ആക്കിയിട്ടുണ്ട് ആൻഡ് ബോൾഡ്. ഫോണ്ട് വേരിയൻ്റ് എന്ന് പറയുന്നത് ബോൾഡ് ആക്കിയിട്ടുണ്ട്. ഇനി ഫോണ്ട് സൈസ് എന്ന് പറയുന്നത് ഫോണ്ട് സൈസ് 12 പിക്സൽ ആക്കിയിട്ടുണ്ട്. ഫോണ്ട് വെയിറ്റ് 500 ആക്കിയിട്ടുണ്ട്. അതും കൂടി ഇവിടെ കൊടുക്കാം. ദ ഫോണ്ട് വെയിറ്റ് ഈസ് 500 എന്നാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട്
ദ ഫോണ്ട് സൈസ് ഈസ് സെറ്റ് ടു 12 പിക്സൽ. ഫോണ്ട് സൈസ് 12 പിക്സൽ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഫോണ്ട് ഫാമിലി ഈസ് ജോർജിയ. ജോർജിയ ഇല്ലെങ്കിൽ സെറീഫ് കാണിക്കും. അപ്പോൾ ഇതാണ് ഈ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ പേജ് ലോഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വേണ്ടില്ല, ഇത് ആണ് പാരഗ്രാഫാണ്. ദ ഫോണ്ട് ഈസ് സെറ്റ് ടു ഇറ്റാലിക്. അത് ബോൾഡ് ആക്കിയിട്ടുണ്ട്. ദ ഫോണ്ട് വെയിറ്റ് ഈസ് 500. സോറി, മുമ്പേ പറഞ്ഞതിനകത്ത് ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ഇതിനകത്ത് ഈ ഫോണ്ട് വെയിറ്റ് ആണ് ബോൾഡ് എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. ബോൾഡ് 500 അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുക. അതിൽ ബോൾഡാണ് ഇവിടെ പറഞ്ഞു കൊടുത്തേക്കുന്നത്. നമ്മൾ പറഞ്ഞു കൊടുക്കാത്തത് ഫോണ്ട് വേരിയൻ്റ് ആണ്. ഫോണ്ട് വേരിയൻ്റ് ആയിരുന്നു പറഞ്ഞു കൊടുക്കാത്തത്. അപ്പോൾ ഇത്രയും മാത്രം ഇട്ടിട്ട് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പം ബോണ്ട് 500 ഇത് ഞാൻ എടുത്ത് കളയുവാണ്. ഇത് തെറ്റ് പറ്റിയതാണ്. അപ്പോൾ ആ ഭാഗം ഉപേക്ഷിച്ചേക്കുക, കാണിച്ചു തരാതെ. അപ്പോൾ ഇത് വീണ്ടും നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് കണ്ടത് ദിസ് പാരഡൈസ് ഫോണ്ട് ഈസ് സെറ്റ് ടു ഇറ്റാലിക് ആൻഡ് ബോൾഡ്. ഇറ്റാലിക്കിലും ബോൾഡിലുമാണ്. ദ ഫോണ്ട് സൈസ് ഈസ് സെറ്റ് ടു 12 പിക്സൽ. ഇത് 20 പിക്സലാണ്. ഇവിടെ 12 പിക്സലാക്കി. അതുപോലെ ജോർജിയ എന്ന് പറയുന്ന ഫാമിലിയാണ്. ഇനി നമുക്ക് ഇതിനകത്ത് ഇപ്പം നമ്മൾ എന്താ പറഞ്ഞു കൊടുക്കുന്നത്, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഷോർട്ട് ഹാൻഡ് പ്രോപ്പർട്ടിയാണ്. ഇതിനകത്ത് നമ്മൾ ഫോണ്ട് സ്റ്റൈൽ ഇറ്റാലിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഫോണ്ട് വെയിറ്റ് ബോൾഡ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഫോണ്ട് സൈസ് 12 പിക്സൽ. ഈ ഫോണ്ട് വേരിയൻറ്റ് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടില്ല. ഏതെങ്കിലും ഒരെണ്ണം, ഈ 3 എണ്ണം വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കുക. ഏതെങ്കിലും അതിനകത്ത് ഒരെണ്ണം പറഞ്ഞു കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ബാക്കി 2 എണ്ണം പറഞ്ഞു കൊടുക്കുക, ഒരെണ്ണം മാത്രം പറഞ്ഞു കൊടുക്കുക. അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ ഓപ്ഷനൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ഇവിടെ ഫോണ്ട് വേരിയൻറ്റ് ഇപ്പം നമ്മൾ കൊടുത്തിട്ടില്ല, അതും കൂടെ ഞാനൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഫോണ്ട് വേരിയൻറ്റ് കൊടുക്കേണ്ടത് എത്രയാണ്? സ്മോൾ ക്യാപ്സ് കൊടുക്കാം. സ്മോൾ ക്യാപ്സ് കൊടുത്തേക്കുവാണ്. പേജ് ഒന്ന് ലോഡ് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, സ്മോൾ ക്യാപ്സിലായി. അപ്പം ഞാൻ ഇതിന് മുമ്പ് ഈ രണ്ടാമത്തെ ഈ ഓർഡറിലാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ഈ ഓർഡറിൽ എപ്പോഴും അവസാനത്തെ 2 എണ്ണം എന്തായാലും പറഞ്ഞു കൊടുക്കണം. ഇതിനിടയ്ക്ക് ഒരെണ്ണം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഫോണ്ട് സ്റ്റൈൽ വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാതിരിക്കുക. ഇറ്റാലിക്ക് ഇത് ഞാനിപ്പോൾ ഇറ്റാലിക്ക് കൊടുക്കുന്നില്ല. ഇറ്റാലിക്ക് കൊടുക്കാതെ പേജ് ലോഡ് ചെയ്യുകയാണ്. അപ്പോൾ കണ്ടോ, ഇറ്റാലിക്സ് മാറി സാധാരണ ഫോണ്ടിലായി. ഇനി ഞാൻ വേണമെങ്കിൽ ബോൾഡ് പറഞ്ഞു കൊടുക്കുന്നില്ലെന്ന് വിചാരിക്കാം. ബോൾഡ് പറഞ്ഞു കൊടുക്കുന്നില്ല. അതായത് ബോൾഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോണ്ട് വെയിറ്റ് ആണ്. ഫോണ്ട് വെയിറ്റ് പറഞ്ഞു കൊടുക്കുന്നില്ല. കണ്ടോ, ബോൾഡ് പറഞ്ഞു കൊടുക്കാത്തപ്പോൾ അത് സാധാരണ ഇതിൽ കാണിച്ചു. ബോൾഡ് ആണെങ്കിൽ കുറച്ചുകൂടെ ബോൾഡായിട്ട് കാണിക്കും. അതുപോലെ എനിക്ക് വേണമെങ്കിൽ ഇത് രണ്ടും കളയാൻ പറ്റില്ല. ഇത് രണ്ടും മാൻഡേറ്ററി ആയിട്ട് വേണം. അതായത് ഫോണ്ട് സൈസും ഫോണ്ട് ഫാമിലിയും. ദ ഫോണ്ട് സൈസ് ആൻഡ് ഫോണ്ട് ഫാമിലി വാല്യൂസ് ആർ റിക്വയർഡ്. അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഞാനിത് ലിസ്റ്റിനകത്ത് ഇവിടെ ഇട്ടേക്കുവാണ്. നിങ്ങൾക്ക് നോട്ട് എഴുതിയെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇട്ടേക്കുന്നതാണ്. അപ്പോൾ ഫോണ്ട് ഈസ് ദ ഷോർട്ട് ഹാൻഡ് പ്രോപ്പർട്ടി ഫോർ ഫോണ്ട് സ്റ്റൈൽ ആൻഡ് ഫോണ്ട് വേരിയൻറ്റ്. ഫോണ്ട് വേരിയൻറ്റ്, ഫോണ്ട് വെയിറ്റ്, ഫോണ്ട് സൈസ്, ഫോണ്ട് ഫാമിലി. അതിൽ ഫോണ്ട് സൈസും ഫോണ്ട് ഫാമിലി ആർ റിക്വയർഡ്. അതേഴ്സ് ആർ ഓപ്ഷണൽ. അതേഴ്സ് ആർ ഓപ്ഷണൽ. ആദ്യത്തെ 3 എണ്ണം ഓപ്ഷനിലാണ്. ലാസ്റ്റത്തെ 2 എണ്ണം എന്തായാലും പറഞ്ഞു കൊടുക്കണം. ഈ കാണിച്ചേക്കുന്ന എക്സാമ്പിളിൽ ലാസ്റ്റത്തെ 2 എണ്ണം മാത്രമേ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതാണ് ഫോണ്ട് എന്നുള്ള പ്രോപ്പർട്ടി. അടുത്ത നമുക്ക് പഠിക്കാനുള്ള പ്രോപ്പർട്ടി കളർ എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ്. കളർ ഇതൊരു ഇമ്പോർട്ടൻ്റ് പ്രോപ്പർട്ടിയാണ്. ഇതിപ്പം ഞാൻ കളർ പല രീതിയിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇപ്പം ആദ്യം തന്നെ ഞാനിത് മാറ്റിയിട്ട് ഇത് മാറ്റിയിട്ട് ബോഡി കളർ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതായത് ബോഡിക്കകത്ത് എന്ത് വന്നാലും അതിൻ്റെ കളർ റെഡ് എന്നാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ബാക്കി 2 എണ്ണം തൽക്കാലം എടുത്ത് കളയുവാണ്, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബോഡിയുടെ കളർ റെഡ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കളർ എന്ന് പറയുന്ന പ്രോപ്പർട്ടി നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പോൾ ഇത് പേജ് ലോഡ് ചെയ്ത് നോക്കാം. കണ്ടോ, ബോഡിക്കകത്ത് വന്നേക്കുന്ന എല്ലാത്തിനും ഈ പറഞ്ഞേക്കുന്ന റെഡ് കളർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബോഡി എന്ന് പറയുന്നത് സെലക്ടറാണ്, കളർ എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ്, റെഡ് എന്ന് പറയുന്നത് അതിൻ്റെ വാല്യൂ ആണ്. അപ്പം അത്രയും ക്ലിയർ ആണല്ലോ. ഇപ്പം ബോഡിക്കകത്ത് വന്നേക്കുന്ന H1 വന്നിട്ടുണ്ട്, P വന്നിട്ടുണ്ട്, അടുത്ത പാരഗ്രാഫ് വേറൊരു ക്ലാസ് ഉള്ളതൊക്കെ വന്നിട്ടുണ്ട്. ഈ പറഞ്ഞേക്കുന്ന എല്ലാത്തിനും ഏത് കളർ കിട്ടി? ഈ കളർ തന്നെ കിട്ടി. ഇനിയിപ്പോൾ ഞാൻ പുതിയൊരെണ്ണം ആഡ് ചെയ്യുവാണ്. H1 എന്ന് പറയുന്ന ടാഗിന് കളർ വേറൊരു രീതിയിൽ വാല്യൂ പറഞ്ഞു കൊടുത്തേക്കുവാണ്. ഈ പേജ് ഇങ്ങനെ ഒന്ന് ലോഡ് ചെയ്ത് നോക്കാം. ഇപ്പോൾ കണ്ടോ, ഈ കളർ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു കൊടുത്തേക്കുന്നതെന്ന് ഞാൻ പറയാം. അതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയട്ടെ. H1 എന്ന് പറയുന്നത് ബോഡിക്കകത്ത് വന്ന് നമ്മൾ ബോഡിക്ക് ജനറലി ഒരു കളർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, റെഡ്.
ഇനി അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് H1 ഒരു കളർ പറഞ്ഞു കൊടുത്തേക്കാണ്. കളർ ഈ ഒരു കളറിൽ കാണിക്കണം. ഇത് ഗ്രീനാണ് കളർ പറഞ്ഞു കൊടുത്തേക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത് ഗ്രീൻ ആയതെന്ന് ഞാൻ പറഞ്ഞുതരാം, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ H1 എന്ന് പറഞ്ഞൊരു കളർ പറഞ്ഞു കൊടുത്തേക്കാം. അപ്പോൾ ബോഡിക്കകത്ത് H1 ഉണ്ട്. ബോഡി എല്ലാം റെഡിൽ കാണിക്കണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. H1 ഗ്രീനിൽ കാണിക്കണം എന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ H1 ഗ്രീനിലേ കാണിക്കുകയുള്ളൂ. കാരണം ഹയറാർക്കി അനുസരിച്ച് വരുമ്പം ഇത് ബോഡി എല്ലാം കാണിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ H1ലേക്ക് വന്നപ്പം H1 എന്താണ് H1 ഗ്രീൻ കളറിൽ കാണിക്കണം എന്ന് പറഞ്ഞേക്കും. അതുകൊണ്ട് മുമ്പേ പറഞ്ഞ കാര്യം മറക്കും. അതാണ് ഹയറാർക്കി. CSSൻ്റെ ഹയറാർക്കി അങ്ങനെയാണ്. ആദ്യം അപ്പർ എലമെൻസിന് ഒരു കളറും ലോവർ എലമെൻസിന് വേറൊരു കളറും. അപ്പർ എലമെൻസ് എന്ന് പറഞ്ഞാൽ പേരൻ്റ് എലമെൻറ്റ്. ഇതിനകത്ത് HTML ആണ് പേരൻ്റ്. HTMLൻ്റെ ചൈൽഡാണ് ബോഡി. ബോഡിയുടെ ചൈൽഡാണ് H1. അപ്പോൾ ചൈൽഡിന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ പേരൻറ്റിന് പറഞ്ഞു കൊടുത്തേക്കുന്നത് ഓവർ റൈഡ് ചെയ്യും. അതല്ലേ നമ്മൾ സാധാരണ അങ്ങനെയല്ലേ ചെയ്യുന്നത്. നമ്മൾ പിള്ളേരോട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അപ്പനമ്മമാർ പറഞ്ഞേക്കുന്ന കാര്യം അവനങ്ങ് മറക്കും അല്ലേ, പ്രത്യേകം വരുമ്പോൾ. നിങ്ങളും അങ്ങനെ തന്നെയല്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ ബോഡി റെഡിൽ കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു H1 ഗ്രീനിൽ കാണിക്കണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് H1 ഗ്രീനിലേ കാണിക്കുകയുള്ളൂ. ഇനി ഇവിടെ ഒരു പാരഗ്രാഫ് ഉണ്ട്. ദിസ് ഈസ് ആൻ ഓർഡിനറി പാരഗ്രാഫ്. നോട്ടീസ് ദാറ്റ് ദിസ് ടെക്സ്റ്റ് ഈസ് റെഡ്. ദ ഡീഫോൾട്ട് ടെക്സ്റ്റ് കളർ ഫോർ ദ പേജ് ഈസ് ഡിഫൈൻഡ് ഇൻ ദ ബോഡി സെലക്ടർ. ഈ ബോഡിയിൽ ഇവിടെ ഒരു പാരഗ്രാഫ് ഉണ്ട്. പാരഗ്രാഫിന് പ്രത്യേകിച്ച് ഒരു കളറും നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടില്ല. ഒരു കളറും പറഞ്ഞു. ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇവിടെ ബോഡിക്ക് ഒരു കളർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. H1 വേറൊരു കളറും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ചൈൽഡ് എലമെൻറ്റിന് പറഞ്ഞേക്കുന്ന കളറേ അവനെ കാണിക്കുകയുള്ളൂ. ഇനി അടുത്തത് പാരഗ്രാഫാണ്. പാരഗ്രാഫിന് പ്രത്യേകിച്ച് കളറൊന്നുമില്ല. അതുകൊണ്ട് അവൻ എന്ത് ചെയ്യും? അവൻ്റെ പേരൻറ്റിന് പറഞ്ഞേക്കുന്ന ബോഡിയുടെ കളറിൽ തന്നെ അവനെ കാണിക്കും. ഇനി പാരഗ്രാഫ് ക്ലാസ് ഈക്വൽ ടു EX എന്ന് പറയുന്ന ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. EX എന്ന് പറയുന്നതിന് എന്താണ് കൊടുത്തിരിക്കുന്നത്? പാരഗ്രാഫിനകത്ത് EX എന്ന് പറയുന്ന ക്ലാസ് വന്നാൽ കളറ് ബ്ലൂവിൽ കാണിക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇത് ബ്ലൂ കളറാണ്. എന്തുകൊണ്ടാണ് ബ്ലൂ ആയതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിനകത്ത് വരുമ്പോൾ എന്താണ്? ഇത് പാരഗ്രാഫാണ്. പാരഗ്രാഫിൻ്റെ പേരൻറ്റ് ബോഡി. ഈ പാരഗ്രാഫിൻ്റെ പേരൻ്റാണ് ബോഡി. ബോഡി ഏത് കളറിൽ കാണിക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്? ബോഡി റെഡിൽ കാണിക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ പാരഗ്രാഫിനകത്ത് EX വന്നാൽ ചൈൽഡ് എലമെൻറ്റ് ആണെങ്കിൽ അത് ബ്ലൂ കളറിൽ കാണിക്കണം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പേജ് ഈ രീതിയിൽ കാണുന്നത്. ആദ്യത്തേത് ഗ്രീൻ കളറിൽ കാണിച്ചു. ഇതിന് പ്രത്യേകിച്ച് കളറൊന്നും ഈ പാരഗ്രാഫിന് പ്രത്യേകിച്ച് കളറൊന്നും പറഞ്ഞു കൊടുക്കാത്തതുകൊണ്ട് പേരൻറ്റിൻ്റെ കളർ പറഞ്ഞു കൊടുത്തേക്കുന്ന റെഡിൽ തന്നെ കാണിച്ചു. ഇതിന് പാരഗ്രാഫിനകത്ത് EX എന്ന് പറയുന്ന ക്ലാസ് ഉണ്ടെങ്കിൽ ബ്ലൂ കളറിൽ കാണിക്കണം എന്ന് പറഞ്ഞേക്കുന്നുണ്ട്. ഇത് ബ്ലൂ കളറിൽ കാണിച്ചു. ക്ലിയർ ആണല്ലോ? ഇനി കളർ പറഞ്ഞു കൊടുക്കുന്നത് 3 രീതിയിൽ പറഞ്ഞു കൊടുക്കാം. അതാണ് ഈ 3 എക്സാമ്പിൾ കാണിച്ചേക്കുന്നത്. ഇത് ആദ്യത്തെ സിമ്പിൾ മെത്തേഡാണ്. കളർ ഈക്വൽ ടു കളർ കോളൻ റെഡ് എന്ന് പറഞ്ഞു കൊടുക്കാം. ബ്ലൂ, ഗ്രീൻ, ലൈറ്റ് ബ്ലൂ, സ്കൈ ബ്ലൂ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. കുറേ കളറുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഏതും പറഞ്ഞു കൊടുക്കാം. ഇനിയുള്ളത് ഇത് ഞാൻ പറഞ്ഞുതരാം ആദ്യം. ഇത് കളർ ഈക്വൽ ടു കളർ കോളൻ RGB എന്താണെന്ന് പലർക്കും മനസ്സിലായി കാണും. റെഡ്, ഗ്രീന്, ബ്ലൂ. റെഡ് എത്ര ഇൻറ്റൻസിറ്റി കാണിക്കണം, ബ്ലൂ എത്ര ഇൻറ്റൻസിറ്റി കാണിക്കണം, റെഡ് എത്ര ഇൻറ്റൻസിറ്റി കാണിക്കണം, ഗ്രീൻ എത്ര ഇൻറ്റൻസിറ്റി കാണിക്കണം, ബ്ലൂ എത്ര ഇൻറ്റൻസിറ്റി കാണിക്കണം എന്നാണ് പറഞ്ഞു കൊടുത്തേക്കുന്നത്. ഈ ഓരോന്നിൻ്റെയും വാല്യൂ 8 ബിറ്റിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. 8 ബിറ്റിൽ റെപ്രസെൻറ്റ് ചെയ്യുമെങ്കിൽ മാക്സിമം വാല്യൂ എത്രയായിരിക്കും? 2⁸ എന്ന് പറയുന്നത് 256 ആണ്. അപ്പോൾ 0 തൊട്ട് റെപ്രസെൻറ്റ് ചെയ്ത് തുടങ്ങുന്നതുകൊണ്ട് മാക്സിമം വാല്യൂ 255 ആണ്. മാക്സിമം വാല്യൂ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇനി അതിന് മുമ്പുള്ള വാല്യൂ ഏതാണ്? അതിന് മുമ്പുള്ള വാല്യൂ 0 ആണ്. അപ്പോൾ ഇതെന്താ പറഞ്ഞേക്കുന്നത്? റെഡ് 0 ഇൻറ്റൻസിറ്റിയിൽ കാണിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഗ്രീൻ എത്ര ഇൻറ്റൻസിറ്റി കാണിക്കാനാണ് പറഞ്ഞത്? 0 ഇൻറ്റൻസിറ്റി കാണിക്കാനാണ്. ബ്ലൂ 255 മാക്സിമം ഇൻറ്റൻസിറ്റി കാണിക്കാനാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിനകത്ത് റെഡിൻ്റെ കമ്പോണൻറ്റും ഗ്രീനിൻ്റെ കമ്പോണൻറ്റും ഇല്ല. അതുകൊണ്ടാണ് ബ്ലൂ മാക്സിമം ഇൻറ്റൻസിറ്റിയിൽ കാണിച്ചേക്കുന്നത്. അതാണ് ഈ പറഞ്ഞേക്കുന്ന കളറിൽ ഇവിടെ കാണാനായിട്ട് പറ്റിയത്. 255 എന്നുള്ള വാല്യൂ മാറ്റിയിട്ട് ഞാനൊരു 50 എന്നുള്ള വാല്യൂ കൊടുക്കുകയാണ്. കണ്ടോ, അതിൻ്റെ ഇൻറ്റൻസിറ്റി ഇത്തിരി കുറഞ്ഞു. ബ്ലാക്കിലേക്ക് അടുത്ത് വന്നു. ബ്ലാക്കിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കളറ്. മുമ്പേ കാണിച്ചതിലും കൂടി. കണ്ടിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ ശ്രദ്ധിച്ചോ, മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ ശ്രദ്ധിച്ചോ. ഇപ്പോഴത്തെ കളർ ഇതാണ്. ഞാൻ മാക്സിമം ഇൻറ്റൻസിറ്റി ആയി 255 ബ്ലൂവിന് പറഞ്ഞു കൊടുക്കുകയാണ്. 255 പറഞ്ഞു കൊടുത്തിട്ട് പേജ് ലോഡ് ചെയ്യുമ്പോൾ ഇച്ചിരൂടെ കറക്റ്റ് ബ്ലൂ ആയി. കണ്ടില്ലേ? മറ്റേത് ഇച്ചിരൂടെ ലൈറ്റർ ബ്ലാക്കിൻ്റെ അടുത്തേക്ക് വരുന്ന ബ്ലൂ ആയിരുന്നു ഇതിന് മുമ്പ് കാണിച്ചത്. ഇനി RGB എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഒരു പക്ഷേ നിങ്ങൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. കളർ മിക്സ് ചെയ്യുന്ന പ്രൈമറി കളേഴ്സ് എന്ന് കേട്ടില്ലേ? എന്തോ
കാണിച്ചു തരാം. RGB കോമ്പിനേഷൻ ഉണ്ട്. RGB കോമ്പിനേഷൻ ഇമേജസ്. ഇത് ഫിഗർ എല്ലാവരും വരച്ചെടുക്കുക. ഇതിനകത്ത് പ്രൈമറി കളറായ റെഡ്, ഗ്രീന്, ബ്ലൂ, റെഡ്, ഗ്രീൻ, ബ്ലൂ, റെഡ്, ഗ്രീൻ, ബ്ലൂ ആണ് പ്രൈമറി കളേഴ്സ്. ഇത് വെച്ചിട്ട് നമുക്ക് കളർ ഉണ്ടാക്കാൻ പറ്റും. റെഡും ഗ്രീനും കൂടെ ചേർന്ന യെല്ലോ ആവും. റെഡും ഗ്രീനും ഒരേ ഇൻറ്റൻസിറ്റിയിൽ മിക്സ് ചെയ്താൽ യെല്ലോ കളറാവും. അതുപോലെ തന്നെ ഗ്രീനും ബ്ലൂവും ഒരേ ഇൻറ്റൻസിറ്റിയിൽ മിക്സ് ചെയ്താൽ സിയാൻ എന്ന് പറയുന്ന കളറാകും. അതുപോലെ റെഡും ബ്ലൂവും ഒരേ ഇൻറ്റൻസിറ്റി മിക്സ് ചെയ്താൽ മജന്ത എന്ന് പറയുന്ന കളറാകും. ഈ ഫിഗർ വരച്ചെടുക്കുക. നിങ്ങൾ ഫിസിക്സ് പഠിച്ചപ്പോൾ 10ാം ക്ലാസ്സിലൊക്കെ ഫിസിക്സ് പഠിച്ചിട്ടുണ്ടാകാൻ ചാൻസ് ഉണ്ട്. പ്രൈമറി കളേഴ്സ് എന്ന് പറയുന്നത് പ്രൈമറി കളർ വെച്ചിട്ട് നമുക്ക് ബാക്കി ഏത് കളറും ഡെവലപ്പ് ചെയ്യാം. അതുകൊണ്ടാണ് പ്രൈമറി കളർ എന്ന് പറയുന്നത്. പ്രൈമറി കളർ എന്ന് പറയുന്നത് റെഡും ഗ്രീനും ബ്ലൂവും ആണ്. RGB എന്ന് പറയും. റെഡ്, ഗ്രീൻ, ബ്ലൂ, RGB. അപ്പോൾ റെഡ്, ഗ്രീൻ, ബ്ലൂ ഇങ്ങനെയാണ് പോകുന്നത്. ഇനി സെക്കൻഡറി കളേഴ്സ് എന്ന് പറയുന്നത് ഇതിനെ മിക്സ് ചെയ്തുണ്ടാക്കാൻ പറ്റുന്ന കളറാണ്. അതാണ് യെല്ലോ, സിയാൻ, മജന്ത. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ റെഡ്, ഗ്രീൻ, ബ്ലൂ എന്നാണെങ്കിൽ പഠിച്ചു വെക്കുക. റെഡ്, ഗ്രീൻ, ബ്ലൂ, യെല്ലോ, സിയാൻ, മജന്ത എന്ന് പഠിക്കുക. അപ്പോൾ ഞാനൊക്കെ പഠിച്ച കാലത്ത് ഇത് റെഡ്, ബ്ലൂ, ഗ്രീൻ ഇങ്ങനെയായിരുന്നു ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം പക്ഷേ എല്ലാവരും RGB എന്നാണ്, റെഡ്, ഗ്രീൻ, ബ്ലൂ, റെഡ്, ഗ്രീൻ, ബ്ലൂ എന്നാണ് പറയുന്നത്. പണ്ട് ഞാൻ പഠിച്ച കാലത്ത് റെഡ്, ബ്ലൂ, ഗ്രീൻ ആയിരുന്നു അന്നത്തെ ടീച്ചർ പഠിപ്പിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് പഠിച്ചു വെച്ചേക്കുന്നത്. റെഡ്, ബ്ലൂ, ഗ്രീൻ, മജന്ത, സിയാൻ, യെല്ലോ. അതായത് റെഡ്, ബ്ലൂ ആണ് ആദ്യത്തെ കളർ. അത് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ മജന്ത. റെഡ്, ബ്ലൂ, ഗ്രീൻ, മജന്ത, സിയാൻ, യെല്ലോ. അതായത് ആദ്യത്തെ 2 മിക്സ് ചെയ്യുമ്പോൾ മജന്ത ഉണ്ടാവും. റെഡ്, ബ്ലൂ, ഗ്രീൻ മിക്സ് ചെയ്യുമ്പോൾ മജന്ത കഴിഞ്ഞ് സിയാനാണ് വരുന്നത്. ഗ്രീൻ കഴിഞ്ഞ് ഗ്രീനും റെഡും കൂടെ മിക്സ് ചെയ്ത യെല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പഠിച്ചു വെച്ചേക്കുന്നത്. നിങ്ങൾ ഓരോരുത്തർക്കും അത് ഓർത്തിരിക്കാൻ പാകത്തിന് ഏതെങ്കിലും രീതിയിൽ പഠിക്കുക. ഇത് PSCക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. വാട്ട് ഈസ് ദ കളർ ദാറ്റ് വിൽ ബി ഒബ്റ്റൈൻഡ് വെൻ യു മിക്സ് റെഡ് ആൻഡ് ഗ്രീൻ? യെല്ലോ. വാട്ട് വിൽ ബി ദ കളർ വെൻ യു മിക്സ് റെഡ് ആൻഡ് ബ്ലൂ? മജന്ത. വാട്ട് വിൽ ബി ദ കളർ വിച്ച് യു ഒബ്റ്റൈൻ വെൻ യു മിക്സ് ബ്ലൂ ആൻഡ് ഗ്രീൻ? സിയാൻ. വാട്ട് വിൽ ബി ദ കളർ വെൻ യു മിക്സ് റെഡ്, ബ്ലൂ ആൻഡ് ഗ്രീൻ? വൈറ്റ് കളർ. മൂന്നും കൂടെ മിക്സ് ചെയ്താൽ വൈറ്റ് കളർ കിട്ടും. അപ്പോൾ ഇത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇപ്പം നമ്മൾ ബ്ലൂ കളറാണ് കൊടുത്തേക്കുന്നത്. റെഡും ഗ്രീനും ഒരേ ഇൻറ്റൻസിറ്റി മിക്സ് ചെയ്താൽ യെല്ലോ വരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഈ ഫിഗർ വരച്ചെടുക്കുക കേട്ടോ. ഇത് ഒരു കാരണവശാലും മറന്നു പോകരുത്. എപ്പോഴും മനസ്സിൽ ഓർത്തിരിക്കേണ്ടതാണ്. PSC പോലെയുള്ള അല്ലാതെ കോമ്പറ്റേറ്റീവ് എക്സാംസിനെല്ലാം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇതിനെപ്പറ്റി ചോദിക്കും. അപ്പോൾ ഈ ഫിഗർ ഓർത്തിരുന്നാൽ നമുക്ക് വരയ്ക്കാൻ പറ്റും. കണ്ടില്ലേ ഇതുപോലെയൊക്കെ. അപ്പോൾ നമുക്ക് നമ്മുടെ പഴയ ഇതിലേക്ക് പോവാം. ഇതിനകത്ത് പറഞ്ഞേക്കുന്നത് റെഡും ഗ്രീനും ഒരേ ഇൻറ്റൻസിറ്റിയിൽ മിക്സ് ചെയ്താൽ ഇതാകുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതിപ്പം ഞാൻ റെഡിൻ്റെ കളർ 255 കൊടുക്കാം. ബാക്കി 2 0 ആക്കാം. എന്നിട്ട് പേജ് ലോഡ് ചെയ്ത് നോക്കാം എങ്ങനെ ഇരിക്കുമെന്ന്. കണ്ടോ, ഈ പാർട്ട് റെഡിലായി. ഇനി ഞാൻ ഗ്രീനിൻ്റെ പാർട്ട് 255 മാക്സിമം ഇൻറ്റൻസിറ്റി കൊടുത്തു. ഇത് 0 ആക്കി. അപ്പോൾ ഇത് ഏത് കളറിൽ കാണിക്കും? ഇപ്പം ഗ്രീൻ കളറിൽ കാണിക്കും. കണ്ടില്ലേ, ഗ്രീൻ കളറിൽ കാണിച്ചു. ഇനി ഞാൻ റെഡും ഗ്രീനും ഒരേ ഇൻറ്റൻസിറ്റിയിൽ മിക്സ് ചെയ്യുകയാണ്. രണ്ടും ഒരേ ഇൻറ്റൻസിറ്റിയിൽ കാണിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ കാണുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം. കണ്ടോ, യെല്ലോ കളർ വന്നാണ്, യെല്ലോ കളർ. ഇനി രണ്ടിൻ്റെയും പ്രൊപ്പോർഷൻ നമുക്ക് മാറ്റാം. ഇത് വേണമെങ്കിൽ ഒരു 50 ആക്കി കൊടുക്കാം, ഇതാക്കാം. അപ്പോൾ എന്തായിരിക്കും, കുറച്ചുകൂടി ഒരു യെല്ലോയുടെ കളർ മാറി വരും ഇല്ലേ. യെല്ലോയ്ക്കകത്ത് ഗ്രീനിൻ്റെ പാർട്ട് കൂടുതലാണ്, റെഡിൻ്റെ പാർട്ട് കുറവാണ്. അപ്പോൾ ഒരു കളർ ഇങ്ങനെ കിട്ടും, ഈ കളർ കിട്ടും. ഇനി രണ്ടും ഒരേ ഇൻറ്റൻസിറ്റി മിക്സ് ചെയ്താൽ നമുക്ക് വേറെ യെല്ലോ തന്നെ കിട്ടും. യെല്ലോയുടെ പല ഷെയ്ഡ്സ് കിട്ടും. ഇത് യെല്ലോയുടെ ഷെയ്ഡാണെന്ന് പറഞ്ഞാൽ ആർക്കും തോന്നത്തില്ല, പക്ഷേ അത് തന്നെയാണ് യെല്ലോ. റെഡും ഗ്രീനും ഈക്വൽ ഇൻറ്റൻസിറ്റി മിക്സ് ചെയ്തേക്കാണ്. യെല്ലോ പല ഷെയ്ഡിലാണ് ഇത് കാണാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ പല പല കളറുകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇനി പറഞ്ഞേക്കുന്നത് 255 ഇതിൽ നമ്മൾ ഗ്രീനും ബ്ലൂവും ഒരേ ഇൻറ്റൻസിറ്റിയിൽ മിക്സ് ചെയ്തേക്കുവാണ്. അതായത് ഈ ഗ്രീനും ഈ ബ്ലൂവും ഒരേ ഇൻറ്റൻസിറ്റി മിക്സ് ചെയ്തേക്കുവാണ്. അപ്പോൾ കിട്ടേണ്ട കളർ ഏതാണ്? സിയാൻ എന്ന് പറയുന്ന കളറാണ് കിട്ടേണ്ടത്. നമുക്ക് പേജ് ലോഡ് ചെയ്ത് നോക്കാം. ഇതാണ് സിയാൻ എന്ന് പറയുന്ന കളർ. ഇതാണ്. ഇനി മജന്ത കളർ കിട്ടണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്?
മജന്ത കളർ കിട്ടണമെങ്കിൽ നമുക്ക് മിക്സ് ചെയ്യേണ്ടത് ഏതൊക്കെയാണ്? മജന്ത കിട്ടണമെങ്കിൽ റെഡും ബ്ലൂവും ഒരേ ഇൻറ്റൻസിറ്റിയിൽ മിക്സ് ചെയ്യണം. റെഡും ബ്ലൂവും ഒരേ ഇൻറ്റൻസിറ്റി മിക്സ് ചെയ്യണം. റെഡും ബ്ലൂവും, ഇതാണ് റെഡിൻ്റെ ഇൻറ്റൻസിറ്റി. ഇവിടെ ഞാൻ 255 കൊടുത്തു. ഗ്രീൻ വേണ്ട. റെഡും ബ്ലൂവും ഒരേ ഇൻറ്റൻസിറ്റി മിക്സ് ചെയ്തു. പേജ് ലോഡ് ചെയ്ത് നോക്കാം. ഈ കളറാണ് മജന്ത കളർ. മജന്ത കളർ കിട്ടുന്നത് ഇങ്ങനെയാണ്. ഇനി മൂന്നും ഒരേ ഇൻറ്റൻസിറ്റി മിക്സ് ചെയ്താൽ എന്താ സംഭവിക്കുന്നത്? എന്ത് സംഭവിക്കുമെന്ന് പേജ് ലോഡ് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. കണ്ടോ, മൂന്നും ഒരേ ഇൻറ്റൻസിറ്റിയിൽ മിക്സ് ചെയ്തപ്പോഴത്തേക്ക് ഒരു കളറും ഇല്ലാതായിപ്പോയി, അഥവാ വൈറ്റ് കളറായി. വൈറ്റ് കളർ ഈ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ എഴുതിയേക്കുന്നതുകൊണ്ടാണ് ഇവിടെ കാണാൻ പറ്റാത്തത്. ടെക്സ്റ്റ് അവിടെ ഉണ്ട്. അപ്പോൾ മൂന്നും ഒരേ ഇൻറ്റൻസിറ്റി മിക്സ് ചെയ്താൽ വൈറ്റായി പോകും. ഒരു കളറും കൊടുക്കാതിരുന്നാലോ? ഒരു കളറും കൊടുക്കാതിരുന്നാൽ മൂന്ന് കളറും വേണ്ടാന്ന് പറഞ്ഞു കൊടുത്തേക്കുവാണ്. പേജ് ലോഡ് ചെയ്ത് നോക്കാം. ബ്ലാക്ക് കളറിൽ കാണിച്ചു. ഒരു കളറും ഇല്ലെങ്കിൽ ബ്ലാക്ക് അല്ലേ, രാത്രിയിൽ ഇരുട്ടല്ലേ, ബ്ലാക്ക് ആ കളറിൽ കാണിക്കും. അപ്പോൾ ഇതാണ് RGB എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻ്റായിട്ട് റെഡിൻ്റെ കമ്പോണൻറ്റും ഗ്രീനിൻ്റെ കമ്പോണൻറ്റും ബ്ലൂവിൻ്റെ കമ്പോണൻറ്റും പറഞ്ഞു കൊടുക്കും. ഓരോന്നിൻ്റെയും ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് എത്രയായിരിക്കും? 0 തൊട്ട് 255 വരെയുള്ള വാല്യൂസ് പറഞ്ഞു കൊടുക്കാം. ഇതൊരു മെത്തേഡാണ് വാല്യൂ പറഞ്ഞു കൊടുക്കാൻ. ഈ കളർ ഈക്വൽ ടു റെഡ്, ഗ്രീന്, ബ്ലൂ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്, ലൈറ്റ് ഗ്രീൻ അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് വേറൊരു മെത്തേഡാണ്. ഇനി മൂന്നാമതൊരു മെത്തേഡുണ്ട്, ഹെക്സാഡെസിമൽ വാല്യൂ ആയിട്ട് കൊടുക്കും. നമുക്ക് ഹെക്സാഡെസിമൽ എന്ന് പറഞ്ഞാൽ 0 തൊട്ട് 16 വരെയുള്ള നമ്പേഴ്സ്, 0 തൊട്ട് 9 കഴിഞ്ഞ് ABCDEF വരെയുള്ള നമ്പേഴ്സ്, അതാണ് ഹെക്സാഡെസിമൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഹെക്സാഡെസിമൽ നമ്പേഴ്സായിട്ട് വരുന്ന എന്തൊക്കെയാണ് എല്ലാവർക്കും അറിയാവുന്നതല്ലേ? ഹെക്സാഡെസിമൽ 0, 1, 2, 0, 1, 2, 3, 4, 5, 6, 7, 8, 9, കഴിഞ്ഞ് A, B, C, D, E, F. ഈ F എന്ന് പറഞ്ഞാൽ 16 ഈക്വലൻ്റ് ആണ്. 16 ഹെക്സാഡെസിമലാണ്. ഒക്ടൽ ആണെങ്കിൽ 8 വരെയുള്ള നമ്പേഴ്സേ ഉള്ളൂ. ബൈനറി ആണെങ്കിൽ 0ഉം 1ഉം മാത്രമേ ഉള്ളൂ. പിന്നെ ഉള്ളത് ഒക്ടൽ നമ്പർ സിസ്റ്റമാണ്, 8 വരെയുള്ളത്. പിന്നെ ഉള്ളത് ഡെസിമൽ നമ്പർ സിസ്റ്റമാണ്, അത് 9 വരെയുള്ളത്. പിന്നെ ഉള്ളത് ഹെക്സാഡെസിമലാണ്, അത് F വരെയുണ്ട്. അപ്പോൾ ഇതിലും ഈ പറഞ്ഞേക്കുന്ന കോമ്പിനേഷനിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഇതിൽ ഇപ്പം ഈ എഴുതിയേക്കുന്ന കളർ ഞാൻ ഓൾറെഡി പറഞ്ഞു ഗ്രീൻ കളറാണെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇതിൽ ആദ്യം പറഞ്ഞു കൊടുക്കുന്ന 2 വാല്യൂ റെഡിൻ്റെ ഇൻറ്റൻസിറ്റി, രണ്ടാമത് പറഞ്ഞു കൊടുക്കുന്ന 2 എണ്ണം ഗ്രീനിൻ്റെ ഇൻറ്റൻസിറ്റി, മൂന്നാമത് പറഞ്ഞു കൊടുക്കുന്ന 2 വാല്യൂ ബ്ലൂവിൻ്റെ ഇൻറ്റൻസിറ്റിയാണ്. അപ്പോൾ ഞാനിവിടെ എന്താ പറഞ്ഞു കൊടുത്തേക്കുന്നത്? ഹെക്സാഡെസിമൽ വാല്യൂസായിട്ട് 2 ഹെക്സാഡെസിമൽ വാല്യൂ ആണ്. അതായത് ഇവിടെ ഒരു നമ്പർ, ഇത് അടുത്ത നമ്പർ, ഇതിലെ ഈ F എന്ന് പറയുന്ന നമ്പറാണ് നമ്മളിവിടെ ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ അത് ഈ കേസിൽ പറഞ്ഞേക്കുന്നത് എന്താണ്? ഗ്രീൻ മാക്സിമം ഇൻറ്റൻസിറ്റിയിൽ കാണിക്കാനാണ് നടുക്ക് പറഞ്ഞേക്കുന്ന 2. അപ്പോൾ ഇതെപ്പോഴും ഓർക്കുക, ഹാഷ് സിമ്പിൾ ഇട്ടാണ് തുടങ്ങുന്നത്. ഇവിടെയാണ് RGB എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇതിലെ ഫംഗ്ഷൻ്റെ ഓപ്പണിംഗ് ബ്രാക്കറ്റും ക്ലോസിംഗ് ബ്രാക്കറ്റും ഉണ്ട്. ഈ കേസിലാണെങ്കിൽ വെറുതെ ഹാഷ് മാത്രമേ ഇടുകയുള്ളൂ. ഇതിൽ ഹാഷ് ഇട്ട് പറഞ്ഞു കൊടുത്താൽ ഹെക്സാഡെസിമൽ വാല്യൂസ് ആയിരിക്കും ഇവിടെ കൊടുക്കേണ്ടത്. ആ ഹെക്സാഡെസിമൽ വാല്യൂ എന്ന് പറയുന്നത് 00 അങ്ങനെ വരാം, FFO എന്ത് വേണേലും വരാം. അതിൽ ആദ്യത്തെ 2 എണ്ണം റെഡിൻ്റെ കളറും പിന്നത്തെ 2 എണ്ണം ഗ്രീൻ്റെ കളറും പിന്നത്തെ 2 എണ്ണം ബ്ലൂവിൻ്റെ കളറുമാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഈ കേസിൽ ഈ FF കൊടുത്തേക്കുന്നതുകൊണ്ട് ഈ H1 എന്ന് പറയുന്ന പാരഗ്രാഫ് നമുക്ക് ഏത് കളറിൽ കാണാൻ പറ്റും? ഗ്രീൻ കളറിൽ കാണാൻ പറ്റും. കണ്ടില്ലേ, ഗ്രീൻ കളറിലാണ് ഇപ്പോൾ കാണുന്നത്. കളർ മാറ്റി നോക്കാം. ഞാൻ ഇവിടെ 2 0 കൊടുക്കുകയാണ്. എന്നിട്ട് ലാസ്റ്റത്തെ 2 വാല്യൂ F കൊടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഏതാണ്? ബ്ലൂവിൻ്റെ ഇൻറ്റൻസിറ്റിയിലാണ് മാക്സിമം ഇൻറ്റൻസിറ്റി കാണിക്കാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇല്ല, ബ്ലൂ ആയി. ഇനി എനിക്ക് റെഡിൽ കാണിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യത്തെ 2 വാല്യൂ അതിൻ്റെ ഹെക്സാഡെസിമലിൻ്റെ മാക്സിമം വാല്യൂ ആയ FF കൊടുത്തു. അവസാനത്തെ 2 വാല്യൂ 0 ആക്കി കൊടുത്തു. പേജ് ലോഡ് ചെയ്യുക. റെഡിലായി, റെഡ് കളറിൽ കാണിച്ചു. ഇനിയിപ്പോൾ എന്താണ്? റെഡും ഗ്രീനും മിക്സ് ചെയ്താൽ ഏത് കളറാവുമെന്നാണ് പറഞ്ഞത്? യെല്ലോ കളറാവുമെന്നല്ലേ പറഞ്ഞു. ഇപ്പോൾ റെഡ് FF എന്ന് പറയുന്ന മാക്സിമം ഇൻറ്റൻസിറ്റി കാണിച്ചു. ഗ്രീനും മാക്സിമം ഇൻറ്റൻസിറ്റി കാണിച്ചു. പേജ് ലോഡ് ചെയ്ത് നോക്കാം. യെല്ലോ കളറിലേക്ക് വന്നു. ഇതുപോലെ തന്നെ ബാക്കി കളറൊക്കെ മിക്സ് ചെയ്യാം. അപ്പോൾ ഈ 2 വാല്യൂ എന്ന് പറയുന്നതും ഒരു ഹെക്സാഡെസിമൽ നമ്പർ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ബിറ്റ് വേണമെന്നറിയാമോ?
ഒരു ഹെക്സാഡെസിമൽ നമ്പർ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ബൈനറി നമ്പർ സിസ്റ്റത്തിൽ 4 ബൈനറി നമ്പർ വേണം. 0000 തൊട്ട് 1111 വരെയാണ്. 1111 എന്ന് പറയുന്ന വാല്യൂ, ബൈനറി വാല്യൂ എത്രയാണ്? 50 എന്ന് പറയുന്ന വാല്യൂ ആണ്. അപ്പോൾ 0 തൊട്ട് 15 വരെയുള്ള 16 നമ്പേഴ്സാണ് ഹെക്സാഡെസിമലി റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതിൽ എഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബൈനറി 1111, 4 1 ആണ്. അപ്പം 2 എഫ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 4 4 8 ബിറ്റ് ഉണ്ടെന്നാണ്. 8 ബിറ്റാണ് മാക്സിമം. അതായത് എഫ് എന്ന് പറയുന്ന വാല്യൂ തന്നെയാണ്, സെയിം ആണ്. ഇവിടെ ഒക്കെ പറഞ്ഞു കൊടുക്കുന്ന 255 എന്ന് പറയുന്ന വാല്യൂ സെയിം ആണ്. അപ്പോൾ ഇങ്ങനെ 3 രീതിയിൽ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ നോട്ട് എഴുതുമ്പോൾ എഴുതിയെടുക്കുക. കളർ ക്യാൻ ബി ഐദർ സ്പെസിഫൈഡ് ആസ് ദ കളർ ഇറ്റ് സെൽഫ് ഓർ ക്യാൻ ബി സ്പെസിഫൈഡ് യൂസിങ് RGB ഫംഗ്ഷൻ എന്നിട്ട് പറഞ്ഞിട്ട് ഇതിൻ്റെ സിൻറ്റാക്സ് എഴുതി കൊടുക്കുക. ഓർ ഇറ്റ് ക്യാൻ ഓൾസോ ബി യൂസ്ഡ് വിത്ത് ദ ഹെക്സാഡെസിമൽ വാല്യൂസ് ഓഫ് കളേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഹാഷ് ഇട്ടിട്ട് ഇങ്ങനെ എഴുതി കൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് കളറിൽ വരുന്നത്. അപ്പോൾ അതാണ് കളറിൻ്റെ പ്രോപ്പർട്ടി ഉള്ളത്. ഇനിയുള്ളത് ബാക്ക്ഗ്രൗണ്ടാണ്. ബാക്ക്ഗ്രൗണ്ട് ഇമേജ്, ബാക്ക്ഗ്രൗണ്ട് സൈസ്, ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഒക്കെ ഉണ്ടാവും. ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കാണിക്കുന്നത് അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ കാണിക്കുക. ഇത് തൽക്കാലം ഇവിടെ നിർത്താം. ഇത്രയും കറക്റ്റായിട്ട് പഠിച്ചെടുക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ.